ഹായ്, സന്തോഷമായിട്ടിരിക്കുകയല്ലേ? ഹാപ്പി, ഉഷാർ. ഇന്ന് നമുക്ക് കൗണ്ടിങ് പഠിക്കാം. എണ്ണ. മിഠായി ഇഷ്ടമല്ലേ? മിഠായി എന്ന് കേൾക്കുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ടോ? സ്വീറ്റ്, ടോഫി. അപ്പോൾ നമുക്ക് മിഠായി വെച്ചിട്ട് എങ്ങനെയാണ് കൗണ്ടിങ് പഠിക്കാൻ നോക്കാം. എന്തേ, റെഡിയല്ലേ? സ്റ്റാർട്ട് ചെയ്യുക. ഇത് കണ്ടില്ലേ, നമ്മുടെ കയ്യിൽ 2 ബോട്ടിലുണ്ട്. ഒരാൾ നമുക്ക് 2 ബോട്ടിൽ കാണിച്ചു തന്നു. ഒരു വലിയ ബോട്ടിലും ഒരു ചെറിയ ബോട്ടിലും, രണ്ടിലും മിഠായി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക, കുട്ടിക്ക് ഏത് ബോട്ടിലാണ് വേണ്ടതെന്ന് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഏത് ബോട്ടിലാണ് വേണമെന്ന് പറയുക? വലിയ ബോട്ടിൽ പറയോ, ചെറിയ ബോട്ടിൽ പറയോ? ഏത് ബോട്ടിലാണ് നല്ലത്? ചെറിയ ബോട്ടിൽ അല്ലേ? എന്താ കാരണം? വലിയ ബോട്ടിലിലെ മിഠായിയുടെ എണ്ണം കുറവാണ്, അങ്ങോട്ട് കുറച്ചേ ഉള്ളൂ. ചെറിയ ബോട്ടിലിൽ ഇതാ കുറേ മിഠായി ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ചെറിയ ബോട്ടിൽ മതി എന്ന് പറയും. ഇനി നമുക്ക് ഇതാ ഇങ്ങനെ 2 ബോട്ടിൽ കാണിച്ചു തന്നു വിചാരിക്കും. 2 ബോട്ടിലിൽ മിഠായി ഇട്ടിട്ട് കാണിച്ചു തന്നു. ഇപ്പം ഒന്ന് ചെറുതും ഒന്ന് വലുതും അല്ല അല്ലേ? രണ്ടും ഒരേ മാതിരിയുള്ള ഒരേ വലിപ്പമുള്ള ബോട്ടിലല്ലേ? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, നമുക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഇവിടെ 2 ബോട്ടിലും കണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? എന്താണ്, ഇതിലും 2 ബോട്ടിലെ മിഠായി ഒരേ എണ്ണമാണ് അല്ലേ? നമ്മൾ എണ്ണാൻ പഠിച്ചില്ലെങ്കിൽ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഒരേ 2 ബോട്ടിലും മിഠായിയുടെ എണ്ണം ഒന്നാണ്, കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? അപ്പോൾ നമ്മൾ 2 ഏത് ബോട്ടിൽ കിട്ടിയാലും കുഴപ്പമില്ലാന്ന് തീരുമാനിക്കും അല്ലേ? 2 ഒരേ എണ്ണമല്ലേ? ഇത് വേണ്ട ഇതെന്ന് പറയാൻ വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഇത് വേണ്ട ഇത് മതി എന്ന് പറയുകയാണെങ്കിൽ കാര്യമില്ല. എന്താണ്, 2 ഒന്നാണ്. അപ്പോൾ നമുക്ക് ഏത് കിട്ടിയാലും നമുക്ക് സന്തോഷം അല്ലേ? അപ്പോൾ ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലായി 2 ബോട്ടിലിൽ മിഠായിയുടെ എണ്ണം ഒന്നാണ്. പക്ഷേ എപ്പോഴും നമുക്ക് അങ്ങനെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല. ആലോചിച്ച് നോക്കി, എപ്പോഴും പറ്റില്ല. എന്താ കാരണം? കാണിച്ചട്ടെ. ഇങ്ങോട്ട് നോക്കൂ, കണ്ടില്ലേ? 2 ബോട്ടിലിലും ഓരോ ബോട്ടിലും കുറേ മിഠായി ഇട്ടിരിക്കുന്നു. ഇതിലിപ്പോൾ ഏത് ബോട്ടിലെ മിഠായി കൂടുതലെന്ന് എങ്ങനെ അറിയാണ്? നോക്കി നോക്ക്. എണ്ണയാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റില്ല അല്ലേ? ഇടയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതാ ഈ ബോട്ടിലെ കൂടുതൽ തോന്നും. ഇടയ്ക്ക് നിങ്ങൾ നോക്കുമ്പോൾ അല്ല ഈ ബോട്ടിലാണ് കൂടുതൽ അല്ലേ? ഏത് ബോട്ടിലാണ് കൂടുതൽ നമുക്ക് മനസ്സിലാവണില്ല. കൺഫ്യൂഷനിൽ ഇത് വേണോ അത് വേണോ, ഇത് വേണോ അത് വേണോ അല്ലേ? നല്ല കൺഫ്യൂഷനായി. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് കൂടുതലുള്ള ബോട്ടിൽ വേണ്ടേ, കൂടുതൽ മിഠായി കഴിക്കണ്ടേ? അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് എണ്ണാൻ പഠിക്കണം, കൗണ്ടിങ് പഠിക്കണം. അപ്പോൾ കൗണ്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ഇതിൽ കുറവെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ കൗണ്ട് ചെയ്തു എന്ന് വിചാരിക്കുക, കൗണ്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ മിടുക്കന്മാർ ചെയ്യാന്നറിയോ? എണ്ണി നോക്കും. 1 2 3 4 5 6 7 8 9 10 11 12 മിഠായിസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 മിഠായിസ് ഇതിലുണ്ട്. അപ്പോൾ നമ്പറുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, കൗണ്ടിങ് പഠിച്ചു കഴിഞ്ഞാൽ 12-നേക്കാളും വലുതാണ് 13 എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അറിയുമ്പോൾ 13 ഉള്ള ബോട്ടിൽ ഇത്, 12 ഉള്ള ബോട്ടിൽ ഇത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പറയും, നമുക്ക് എനിക്ക് ഈ ബോട്ടിൽ മതിയിട്ടാന്ന് പറയും. എന്താ കാരണം? ഇതിൽ കൂടുതൽ മിഠായി ഉണ്ട്. അപ്പോൾ കൗണ്ടിങ് പഠിച്ചു കഴിഞ്ഞാൽ മെച്ചം മനസ്സിലായില്ലേ? നമ്മൾ കൗണ്ടിങ് പഠിച്ചാൽ ഇങ്ങനെ കുറേ മെച്ചങ്ങളുണ്ട്. ഇതാ ഇവിടേക്ക് നോക്കൂ, കണ്ടില്ലേ? ഇത് ഇവിടെ ഒരു ഗ്രൂപ്പ് മിഠായി ഉണ്ട്, ഇവിടെ വേറൊരു ഗ്രൂപ്പ് മിഠായി ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഗ്രൂപ്പിലെ മിഠായിയാണ് കൂടുതൽ?
എങ്ങനെ കണ്ടുപിടിക്കുക? വേറൊരു മെത്തേഡും കൂടിയുണ്ട്. നമ്മൾ നേരത്തെ കൗണ്ടിങ് കൊണ്ടുണ്ട്. കൗണ്ടിങ് അല്ലാതെ ഏതാ കൂടുതലെന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്നറിയോ? ഈ ഗ്രൂപ്പിൽ നിന്ന് ഓരോന്നും ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരെണ്ണം എടുക്കുക, ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരെണ്ണം എടുക്കുക, പിന്നെ ഈ ഗ്രൂപ്പിൽ നിന്ന് അടുത്തത് കൊടുക്കുക, ഈ ഗ്രൂപ്പിൽ നിന്ന് അടുത്തത് എടുക്കുക. അങ്ങനെ എടുത്തെടുത്ത് ഏത് ഗ്രൂപ്പിലാണോ അവസാനം ഒരു ഗ്രൂപ്പിൽ കംപ്ലീറ്റ് കഴിയും, മറ്റേ ഗ്രൂപ്പിൽ ബാക്കി വരും. അപ്പോൾ ബാക്കി വരുന്ന ഗ്രൂപ്പിലെ എണ്ണം കൂടുതലാണ്, കൗണ്ടിങ് കൂടുതലാണ്, മിഠായികളുടെ കൗണ്ടിങ് കൂടുതലാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കി ഇതിൽ ഈ 2 ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പിലാണ് മിഠായികളുടെ എണ്ണം കൂടുതലെന്ന് കണ്ടുപിടിക്കാം. ആദ്യം എന്താ ചെയ്യണത്? ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരു മിഠായി എടുത്ത് കളഞ്ഞു. ഈ മിഠായി നമ്മൾ എടുത്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ അതേമാതിരി ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരു മിഠായി എടുത്ത് കളയണം. ഓക്കെ, ഇതിൽ നിന്നും ഓരോ മിഠായി എടുത്ത് കളഞ്ഞു. പിന്നെന്താണ്? ഒരെണ്ണം കൊണ്ട് എടുത്ത് കളയണം. അപ്പം തന്നെ ഇവിടുന്ന് ഒരെണ്ണം എടുത്ത് കളഞ്ഞു അല്ലേ? ഒരേമാതിരി ചെയ്യണം. 2 ഗ്രൂപ്പിൽ നിന്നും ഒരേമാതിരി മിഠായി എടുത്ത് കളയണം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ ഗ്രൂപ്പിൽ നിന്ന് കളയണം അല്ലേ? ഇതാ കളഞ്ഞു. അപ്പം തന്നെ ഇവിടുന്ന് ഒന്ന് കളയണം, കളഞ്ഞു അല്ലേ? ഇനി ഇവിടുന്നല്ല, ഇനി ഈ ഗ്രൂപ്പിൽ നിന്ന്. ആദ്യം ഈ ഗ്രൂപ്പിൽ നിന്ന് ഒന്ന് കളയണം, പിന്നെ മറ്റേ ഗ്രൂപ്പിൽ നിന്ന് ഒന്ന് കളയണം അല്ലേ? അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ഇതാ ഒന്നും കൂടി കളഞ്ഞു, ഈ ഗ്രൂപ്പിൽ നിന്നും ഒന്നും കൂടി കളഞ്ഞു അല്ലേ? ഇനി ഇതാ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒന്നുകൂടി കളഞ്ഞു, ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരെണ്ണം കൂടി കളഞ്ഞു. ഇനി ഇതാ ഈ ഗ്രൂപ്പിൽ ഒരെണ്ണേ ബാക്കിയുള്ളൂ. ഈ ഗ്രൂപ്പിൽ നിന്ന് കളഞ്ഞു, ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരെണ്ണം കളഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ എന്തായി? ഈ ഗ്രൂപ്പിൽ ഒന്നുമില്ല, പക്ഷേ ഈ ഗ്രൂപ്പിൽ ഒരെണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? ഈ ഗ്രൂപ്പിലുള്ളതിനേക്കാളും കൂടുതലായിരുന്നു ഇവിടെ കിടക്കണ ഗ്രൂപ്പിൽ മിഠായിയുടെ എണ്ണം. അതുകൊണ്ടല്ലേ ഒരെണ്ണം ബാക്കി വന്നത്. 2 ഒരേമാരാണെങ്കിൽ 2ഉം ഇല്ലാണ്ടാവും. ഇതൊരു മെത്തേഡാണ്. ഏത്? അപ്പോൾ നമുക്ക് പറയാമായിരുന്നു ആദ്യത്തെ ഗ്രൂപ്പിനേക്കാളും കൂടുതൽ രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ എന്താ കാര്യം? ഇങ്ങനെ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുമോ? ഒരു കുറേ സാധനങ്ങൾ തന്നിട്ട് ഇതിൽ ഏത് ഗ്രൂപ്പിലാണ് കൂടുതലെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ഇത് ഓരോന്നും ഇങ്ങനെ മാറ്റി മാറ്റി കളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അന്നേരം എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ കൗണ്ടിങ് പഠിക്കുകയാണെങ്കിൽ ആ സാധനങ്ങളൊന്നും അനങ്ങാതെ വെച്ചിട്ട് 1 2 3 ഇവിടെ 1 2 3 4 അപ്പോൾ ഈ ഗ്രൂപ്പിലാണ് കൂടുതൽ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് മനസ്സിലാക്കും അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾക്കാണ് കൗണ്ടിങ് നമുക്ക് ഉപകാരമായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഒരാൾ 2 പ്ലേറ്റ് തന്നു എന്ന് വിചാരിക്കുക. ആ പ്ലേറ്റിൽ കുറച്ച് സ്റ്റിക്ക് ഇങ്ങനെ ഇട്ടുണ്ട്, വിരൽ കൊണ്ട് എടുക്കാവുന്ന ചെറിയ സ്മോൾ പീസ് സ്റ്റിക്കുകൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അയാൾ നമ്മളെ അടുത്ത് പറയണമെന്ന് വിചാരിക്കുക. എന്താണ്? ഒറ്റ നോട്ടത്തിൽ ഏത് പ്ലേറ്റിലാണ് എണ്ണം കൂടുതലാണ് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇതിൽ കൂടുതലാണ് അല്ലേ? കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇതിനേക്കാൾ കൂടുതലാണല്ലോ ഇത്, കൗണ്ട് ചെയ്യാണ്ട് തന്നെ. പക്ഷേ ഇയാൾ വേറെ കണ്ടീഷൻ നമ്മുടെ അടുത്ത് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ മുമ്പിൽ പ്ലേറ്റ് വയ്ക്കും, നിങ്ങൾ കണ്ണടച്ചിട്ട് തപ്പി നോക്കിയിട്ട് ഏത് പ്ലേറ്റിലാണ് സ്റ്റിക്കിൻ്റെ എണ്ണം കൂടുതൽ എന്ന് പറയണം. അപ്പം എന്ത് ചെയ്യും? കണ്ടാലല്ലേ മനസ്സിലാവുള്ളൂ നമുക്ക് ഈ പ്ലേറ്റിനേക്കാളും കൂടുതൽ ഈ പ്ലേറ്റ് ഉണ്ടെന്ന്. കണ്ണടച്ചിട്ട് വേണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അപ്പോഴാണ് നമുക്ക് കൗണ്ടിങ്ങിൻ്റെ ആവശ്യം വരിക. നമ്മളെന്ത് ചെയ്യും? നമ്മൾ കണ്ണടച്ച ആദ്യത്തെ പ്ലേറ്റിൽ 1 2 3 4 കൗണ്ട് ചെയ്ത 4 എന്ന് കിട്ടും. അപ്പോൾ അത് മനസ്സിൽ വെച്ചോ, അത് 4. പിന്നെ ഇതിൽ 1 2 3 4 5 6 അപ്പോൾ മനസ്സിൽ വെച്ചു. ആദ്യത്തേൽ 4 ആയിരുന്നു, രണ്ടാമത്തേൽ 6 ആയിരുന്നു. അപ്പോൾ കൗണ്ടിങ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്ത്? 6 എന്നുള്ളത് വലിയ നമ്പറാണ്, 4 എന്നുള്ളത് ചെറിയ നമ്പറാണ്. അപ്പോൾ നമ്മൾ കണ്ണടച്ചിട്ട് തന്നെ പറയാം രണ്ടാമത്തെ പ്ലേറ്റിലാണ് കൂടുതൽ സ്റ്റിക്ക് ഉള്ളത്. നന്നായില്ലേ? അപ്പോൾ നമുക്ക് കൗണ്ടിങ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട് ഓരോന്ന് കൗണ്ട് ചെയ്ത് തലയിൽ വയ്ക്കാം, ഇത്ര. അപ്പോൾ നമുക്ക് കൗണ്ടിങ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും. ഒരാൾ പറയും അവിടെ ഒരു 50 ടോഫീസ് അവിടെ ഒരു ടേബിളിൽ വെച്ചിട്ടുണ്ട്, ഇവിടെ ഈ ടേബിളിൽ 40 വെച്ചിട്ടുണ്ട്.
കൗണ്ടിങ് പഠിച്ചില്ലെങ്കിൽ എന്താ കഴിഞ്ഞാൽ നമ്മൾ ഏത് ടേബിളിൻ്റെ അടുത്തേക്ക് ഓടും അല്ലേ? അപ്പോൾ കൗണ്ടിങ് പഠിച്ചു കഴിഞ്ഞാൽ 50 40യേക്കാളും വലുത്. അപ്പോൾ 50 വെച്ചിരിക്കുന്ന ടേബിളിലേക്ക് വേഗം ഓടാം അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. കൗണ്ടിങ്ങിനെ കുറിച്ച് കൂടുതൽ നമുക്ക് പഠിക്കാം. നല്ല ഇൻട്രസ്റ്റിംഗ് അല്ലേ? നമുക്ക് നാളത്തെ ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.